ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൽവിൻ സിബി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് മഹീന്ദ്ര സുപ്രോ പ്രോഫിറ്റ് ട്രക്ക് മിനിന്റെ റിവ്യൂവും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളിപ്പോൾ കുറേ നാൾക്ക് ശേഷമായിട്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് ഐസറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം അതുപോലെ തന്നെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. കാരണം നിങ്ങൾ തന്നെ ഓരോ സബ്സ്ക്രൈബേഴ്സും കമൻറ്റും ലൈക്കും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂട്ടിക്കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് തോന്നണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ആ സബ്സ്ക്രൈബർ ഒന്ന് നിൽക്കണം. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. അപ്പോൾ അതെനിക്ക് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടി വരും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ 3 വണ്ടി. നമുക്ക് സുപ്രോ പ്രോഫിറ്റ് ട്രക്ക് മിനിയാണ് വരുന്നത്, മഹീന്ദ്രേൻ്റെ. എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ എൻജിൻ 909 cc എൻജിനാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ അപ്പോൾ അത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ എൻജിനാണ് വരുന്നത്, 2 സിലിണ്ടർ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പിന്നെ വേറെ ഒന്നുമില്ല. ഇവിടെ വയലാട്ട് മഹീന്ദ്ര എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമുക്കുള്ളൂ. നമുക്ക് നേരെ ക്യാബിനിലെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മീറ്റർ ഫുള്ള് ഡിജിറ്റലാണ്. ഇപ്പോൾ അത് ഡിജിറ്റൽ ആയതുകൊണ്ട് ഒരു കാണാൻ രസമൊക്കെ ഉണ്ട്. പിന്നെ പണ്ട് ഇവിടെ ആയിരുന്നു എന്താ പറയുക, ആഡ് ബ്ലൂവിൻ്റെ മീറ്റർ ഇരുന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാം കൂടി ഒരു മീറ്ററിൽ തന്നെ വന്നേക്കുവാണ്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഹസാർഡിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇവിടെ ഒരു ഫോൺ കുത്താനുള്ളൊരു സ്പേസ് ഹോളുണ്ട്. അവിടെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ടുള്ള സംഭവം. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. നമുക്ക് ഫോണൊക്കെ വെക്കാനായിട്ട് ചാർജ് ചെയ്തിട്ട് ഫോണൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഗിയർ, ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. നമുക്കൊരു ഹാൻഡ് ബ്രേക്ക് ഉണ്ട് എല്ലാ വണ്ടിയിലും പോലെ. പിന്നെ ഗ്ലൗ ബോക്സ് ഇച്ചിരി ആണെങ്കിലും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് ഫസ്റ്റ് എയ്ഡ് വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, ആ ബബിൾ ഡ്രാപ്പിൽ ഇത് കണ്ടോ, അതാണ് ജാക്കി വന്നത്. വീൽ സ്പാനറൊക്കെ ആ സീറ്റിൻ്റെ ബാക്കിലുണ്ട്. പിന്നെ ഈ സീറ്റ് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് എൻജിനിലോട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ മെക്കാനിക്സിനൊക്കെ എൻജിനിലോട്ട് ആക്സസ് ചെയ്യാൻ നല്ലത്. ഇങ്ങനെയാണ് ആക്സസ് ചെയ്യണത്. പിന്നെ നമുക്ക് വന്നത് നമ്മുടെ ഈ വിൻഡോ കയറ്റണതും അടയ്ക്കണതൊക്കെ മാനുവലാണ്, മെക്കാനിക്കല്ല. പിന്നെ ഇവിടെ കണ്ടോ, പവറും എക്കോന്നും പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് 2 മോഡുണ്ട് വണ്ടിക്ക്, അതിൻ്റെയാണ്. പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയിലെ ലോഡൊക്കെ കൂടുതലാകുമ്പോൾ നമുക്ക് പവറിലിട്ട് പോവുകയാണെങ്കിൽ നല്ല വലിയ ഉണ്ടാവും. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെയും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇത്രയാണ് ക്യാബിനിലുള്ളൂ. നമുക്ക് ബാക്കി വിശേഷങ്ങൾ, അപ്പോൾ നമുക്ക് പുറത്തെ വിശേഷങ്ങളോട്ട് കിടക്കാം. നമുക്ക് ടയറിൽ നിന്ന് തന്നെ തുടങ്ങാം. ടയർ സൈസ് തന്നെ 155R13 ടയർ സൈസ് വന്നത്. പിന്നെ നമുക്ക് വന്നത് ഫ്രണ്ടിലും ബാക്കിലും സസ്പെൻഷൻ വന്നത് ലീഫ് സിസ്റ്റമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ബാറ്ററി ഉണ്ട്. പിന്നെ നമ്മുടെ DEF ആണ് വരുന്നത്. അത് എന്താന്ന് കുറേ പേര് ചോദിച്ചു. അതിൻ്റെ ഫുൾ ഫോം ഇത്രയാണുള്ളൂ. ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വന്നത്. ആഡ് ബ്ലൂ എന്നും പറയും. അപ്പം ഇവിടെയാണ് ആഡ് ബ്ലൂ വയ്ക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ ഡീസൽ ടാങ്ക് ആണ് വരുന്നത്. ഡീസൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞത് 30 ലിറ്ററാണ്. പിന്നെ നമ്മുടെ മൈലേജ് എന്ന് പറയുന്നത് കിട്ടുന്നത്, കമ്പനി പറയണ മൈലേജ് നമുക്ക് 22-23 വന്നത്. 22-23 ആ റേഞ്ചാണ് പറയണത്. പക്ഷെ നമുക്കത് കിട്ടത്തില്ല, നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് കിട്ടൂല. നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം ഗൈസ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ സ്ഥിരം ബോഡി ബിൽഡേഴ്സ്
ശ്യാമേണ്ണെ പറ്റിയാണ്. ശ്യാം റിലയൻസ് ഓട്ടോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാ വീഡിയോയിലും ശ്യാമേണ്ണെ പൊക്കി പറയണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് എന്താ തന്നെ ശ്യാമേണ്ണ എന്താ തന്നെ പെയ്ഡ് പ്രൊമോഷൻ ആണോ, നിനക്ക് എന്താ വാങ്ങിച്ചതെന്ന് കുറെ പേര് ചോദിക്കണ്ടേ. ബട്ട് അതൊന്നുമല്ല. നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ട നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് പറയും. അതാണ് നമ്മുടെ പോളിസി. കാരണം ശ്യാമേണ്ണ ബോഡി ബിൽഡിങ് അത്രയ്ക്കും നല്ലതാണ്. ഞാനിനി എല്ലാ തവണയും പോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നും. ബട്ട് ബോറിംഗ് ആയിട്ട് തോന്നിയാലും അത്രയ്ക്കും നല്ലതായതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പൊ നമുക്ക് പിന്നെ പറയാനൊന്നുമില്ല. ശ്യാമേണ്ണ ബോഡി ബിൽഡിങ് അത്രയാണല്ലോ. കേരളത്തിൽ ഏത് ബോഡി ബിൽഡിങ് വന്നാലും ഇനി വന്നാലും ശ്യാമേണ്ണ തട്ട് താന്ന് തന്നെ ഇരിക്കും. അത് ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ബോഡീൻ്റെ ഉള്ളിൽ കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ കളറും ഇത്ര സ്പേസാണ് നമുക്ക് വന്നത് ഉള്ളിൽ. ചെറിയ വണ്ടി എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമുക്ക് ബാക്കിൽ വന്നത് 2 സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പിന് ടയർ ഇരിക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് അപ്പം ഇതടയ്ക്കാം. നമ്മുടെ വണ്ടീനെ പറ്റി ഇത്രയാണ് പറയാനുള്ളൂ. നമ്മുടെ കയ്യിൽ 2-3 സുപ്രോ ഉണ്ടായിരുന്നു. നമുക്ക് സുപ്രോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സുപ്രോ തന്നെ എടുത്തുകൊണ്ടിരിക്കണത്. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കഴിഞ്ഞു. എനിക്ക് കുറച്ച് പേരോട് നന്ദി പറയാനുണ്ട്. നമ്മുടെ ആദ്യം തന്നെ ശ്യാമേണ്ണോട് നന്ദി പറയാനുണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ വണ്ടി ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ചോദിക്കും, ശ്യാമേട്ട ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, ബോഡി ഒന്ന് പണിയാൻ തുടങ്ങിക്കോന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ പണിയാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ശ്യാമേട്ടൻ തുടങ്ങിയിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പണിഞ്ഞു തരും. പിന്നെ നമുക്ക് പറയാനുള്ള ശ്യാമേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ തന്നെയുള്ള നിസാറേട്ടനാണ്. ആ ചേട്ടന് നമ്മുടെ കൂടെ എപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ എപ്പോൾ വിളിച്ചാലും പറയും ഈ വണ്ടി ലേറ്റ് ആയിട്ട് എടുക്കാൻ പോയി. അപ്പോഴും ആ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് വേണ്ടി കാത്തിരുന്നു. അപ്പം അവരോടെല്ലാവരോടുള്ള നന്ദി ഞാൻ പറയുന്നു. പിന്നെ നമുക്ക് വീഡിയോൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്പോൾ നമുക്ക് പറയാൻ വിട്ടുപോയതാണ്. ബട്ട് അവരാണ് നമുക്ക് ഏറ്റവും മെയിൻ. വയലാട്ട് മഹീന്ദ്ര എന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. സർവീസൊക്കെ നല്ലതായിരുന്നു. അവരുടെ പുതിയ ഷോറൂം വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് ഡെലിവറി എടുക്കുന്നത്. പിന്നെ നമ്മുടെ അമലേട്ടും ലുലു ചേട്ടനും കൂടിയാണ് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്. അപ്പം അവർ നമ്മളെ കുറേ കാര്യങ്ങൾ സഹായിച്ചു. അതാണ് നമുക്ക് പറയാനുള്ള. അവരോടും നന്ദി പറയുന്നു. അപ്പം നമുക്ക് നിങ്ങളോടും നന്ദി പറയുന്നു ഈ വീഡിയോ കണ്ടതിന്. അപ്പം നമുക്ക് അടുത്ത ഒരു നല്ലൊരു വീഡിയോയിൽ കാണാമെന്ന് വിചാരിച്ച് നമുക്ക് പോവാം. ബൈ ബൈ. ബട്ട് ഒരു കാര്യം പറയട്ടെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. നന്ദിയുണ്ടേ.